Hi friends, ഞാൻ ലിയ. വെൽക്കം ബാക്ക് ടു ട്രഷർ ക്രാഫ്റ്റ്സ്. ഇന്ന് നമ്മൾ സാധാരണ ഇതുപോലത്തെ പാറക്കല്ല് വെച്ചിട്ട് ഭംഗിയുള്ള ഒരു അതിൽ ഡെക്കുപ്പാജ് ഒക്കെ ചെയ്ത് ഒരു ഭംഗിയുള്ള പേപ്പർ വെയിറ്റ് ആയിട്ട് യൂസ് ചെയ്യാം. വെറുതെ ഒരു ഡെക്കറേറ്റീവ് പീസ് ആയിട്ട് ഒരു ഷെൽഫിൽ വെക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഒരു ചിലവുമില്ലാതെ ഒരു പാറക്കല്ല് കിട്ടുന്നത് ഒന്ന് പെയിൻറ്റ് ചെയ്ത് എങ്ങനെ ഭംഗിയാക്കാമെന്ന് കാണാം കേട്ടോ. ഇവിടെ കല്ല് സെലക്ട് ചെയ്യുമ്പോൾ ആദ്യം തന്നെ നമ്മൾ ഉദ്ദേശിക്കുന്ന ഇമേജിൻ്റെ ഒരു സൈസിലും നല്ല ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു സർഫസ് എങ്കിലും ഫ്ലാറ്റ് ആയിട്ടിരിക്കുന്ന പോലത്തെ ഒരു കല്ല് സെലക്ട് ചെയ്യണം. ഇവിടെ ഞാൻ ഫാബ്രിക് കളറ് വൈറ്റ് കളറാണ് എടുത്തേക്കുന്നത്. അപ്പോൾ കല്ല് മുഴുവന് ഈ ഫാബ്രിക് കളർ വെച്ച് ഒന്ന് കോട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു 2 കോട്ട് കൊടുത്തിട്ടുണ്ട്. അത് മുഴുവനായിട്ട് ഉണങ്ങിയതിന് ശേഷം നമുക്ക് നമ്മുടെ പ്രിൻറ്റഡ് നാപ്കിൻ എടുത്തു. ആ നാപ്കിനിൽ ആ പിക്ചർ, ഈ ഫ്ലമിംഗോസിൻ്റെ പിക്ചറാണ് ഞാൻ ആ സ്റ്റോണിൽ വെക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നോക്കിയപ്പം ആ ഫ്ലമിംഗോസിൻ്റെ പിക്ചർ ആ സ്റ്റോണിൻ്റെ സൈസായിട്ട് മാച്ചിങ് ആണ്. അപ്പം ഇച്ചിരി വെള്ളം ഒരു തിൻ ബ്രഷിൽ എടുത്തിട്ട് അത് നമ്മൾ കട്ട് ചെയ്യേണ്ട ഭാഗം അത് ഒന്ന് ട്രേസ് ചെയ്തിട്ട് കൈവച്ച് കീറി എടുക്കുന്നു. അപ്പോൾ കീറി എടുക്കുവാണെങ്കിലാണ് അതിൻ്റെ നമ്മളെ ഫൈനൽ റിസൾട്ടിൽ അത് ഒരു പെയിൻറ്റിങ് പോലെ തന്നെ ഇരിക്കുന്നത്. കത്രിക വെച്ച് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത്രയും അത് നമുക്ക് ബ്ലെൻഡ് ചെയ്യാൻ പറ്റില്ല ഈ ഇമേജ്. അപ്പോൾ അതുപോലെ എക്സ്ട്രാ ഉള്ള സൈഡിലുള്ള വൈറ്റ് അതൊക്കെ എക്സ്ട്രാ ഒന്ന് കുറച്ച് കീറിയൊക്കെ കളയാം. എന്നിട്ട് നമ്മൾ മോഡ് പോഡ്ജ് യൂസ് ചെയ്താണ് ഇത് സ്റ്റിക്ക് ചെയ്യണേ. അപ്പം മോഡ് പോഡ്ജ് ഇല്ലെങ്കിൽ ഫെവിക്കോള് 2 പാർട്ട് ഫെവിക്കോളിൽ 1 പാർട്ട് വെള്ളം ആഡ് ചെയ്ത് മിക്സ് ചെയ്ത് കഴിയുമ്പം മോഡ് പോഡ്ജായിട്ട് യൂസ് ചെയ്യാം. എന്നിട്ട് നമ്മൾ ഇമേജ് അതിലോട്ട് ഒട്ടിച്ചു കൊടുക്കുന്നു. അപ്പം ആദ്യമേ വെച്ചിട്ട് അധികം പ്രസ് ചെയ്യാതെ ഒരു ക്ലിയർ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കാണാമല്ലോ, അത് നിവരുന്ന സമയത്ത് എന്തോരം ആയി എന്നൊക്കെ അറിയാൻ പറ്റുമല്ലോ. അപ്പോൾ ഒരു ക്ലിയർ ഫിലിം വെച്ചിട്ട് ഏതെങ്കിലും ഒരു പ്ലാസ്റ്റിക് ഷീറ്റ് വെച്ച് ഇങ്ങനെ ടിഷ്യൂ പേപ്പർ ചുരുട്ടി അതിൻ്റെ മുകളിൽ കൂടെ പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ ആ ചുളിവുകളൊക്കെ ഒന്ന് നിവർന്ന് കിട്ടും. അതിനുശേഷം നമ്മൾ മോഡ് പോഡ്ജ് ഒന്നുകൂടി ഒരു കോട്ടിങ് കൊടുക്കുന്നുണ്ട്. അത് ശരിക്കും ഉണങ്ങിയതിന് ശേഷം നമ്മളൊരു CD മാർക്കർ പെൻ വെച്ച്, ഒരു ബ്ലാക്ക് കളറിലെ മാർക്കർ പെൻ വെച്ചിട്ട് അതിന് ഒരു ഔട്ട്ലൈൻ കൊടുക്കുന്നുണ്ട്. ഈ ഇമേജ് ഒന്ന് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യണത്. അപ്പോൾ ആ ഫ്ലെമിംഗോസിന് മുഴുവനായിട്ട് ഔട്ട്ലൈൻ കൊടുക്കുന്നു. ഇവിടെ ഞാനൊരു 2 കളറിലെ അക്രിലിക് പെയിൻറ്റ്സ് എടുക്കുന്നുണ്ട്. ഇച്ചിരി സിമിലർ ആയിട്ട് ഒരു ടിയൽ ബ്ലൂവും പിന്നെ ഇച്ചിരി ഒരു ഡാർക്ക് ഗ്രീൻ. ആ ഗ്രീൻ കളറ് അങ്ങനെ കുറച്ച് ബ്ലാക്കും കൂടി മിക്സ് ചെയ്തിട്ട് അങ്ങനെ അത്രയും ഡാർക്ക് ആയതാണ്. ഏതെങ്കിലും സിമിലർ ആയിട്ടുള്ള 2 കളറിനാണ് ഉദ്ദേശിച്ചുള്ളൂ. അപ്പം രണ്ടും ഒന്ന് ഡൈല്യൂട്ട് ചെയ്തിട്ട് ചെറുതായിട്ട് ഈ ഒരു ഇഫക്റ്റ് കൊടുക്കുന്ന രീതിയിൽ ഓരോരുത്തരുടെ ഉചിതം പോലെ ചെയ്യാതെ.
ഉണങ്ങിയതിന് ശേഷം മോഡ് പോഡ്ജ് വെച്ച് ഒരു കോട്ടിംഗ് കൊടുക്കുന്നുണ്ട്. അത് ഉണങ്ങിയതിന് ശേഷം ക്യാമലിൻ്റെ അക്രിലിക് ജെൽ മീഡിയം വെച്ചിട്ട് ഒരു കോട്ടിംഗ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നല്ലൊരു ഗ്ലോസി ഫിനിഷ് കൊടുക്കും അതിന്. ഈ ജെൽ മീഡിയം ഉണങ്ങുന്നതിന് മുമ്പായിട്ട് നമ്മൾ കുറച്ച് ഗ്ലിറ്ററും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഒരു ലുക്കിൻ്റെ കംപ്ലീഷൻ. ഇത് ഓപ്ഷണലാണ്. അപ്പം ഗ്ലിറ്റർ കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ലുക്കുള്ള പോലെ തോന്നി. കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.